സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. കല്ലർക്കന്മാരുടെ നേരെ നിവർന്നു നിന്ന് വർത്തമാനം പറയാൻ ചുണയുള്ള ഒരുത്തന് ഈ നാട്ടിലില്ല. ഉണ്ടായിരുന്നവനെ തട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് സീനയ്ക്ക് അറിഞ്ഞുകൂടാ. അവസാനം പെണ്ണമ്മയുടെ ഉപദേശപ്രകാരം അവൾ വികാരിയച്ഛനെ ചെന്ന് കണ്ട് എല്ലാം വിവരിച്ചു പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും കുഞ്ഞെ? വികാരിയച്ഛൻ തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞ കല്ലർക്കന്മാർ കേൾക്കുകയില്ല. അവർ പറയുന്നത് ഞാൻ കേട്ടില്ലെങ്കിൽ എന്നെ കൊല്ലാൻ കൂടി അവർ മടി കാണിക്കുകയില്ല. എന്നിട്ടും വികാരി അച്ഛൻ ജെയിംസിനെ വിളിച്ച് കുറേ ഉപദേശിക്കുകയുണ്ടായി. അച്ഛൻ്റെ പണി നോക്കിയാൽ മതി കേട്ടോ, ജെയിംസ് പറഞ്ഞു. കുരിശും തൊട്ടിയിൽ പോയി അച്ഛൻ കുർബാന ചൊല്ലണ്ട, പള്ളിയിലിരുന്ന് മതി. അതിനാ അച്ഛനെ ഞങ്ങളിവിടെ ഇരുത്തിയത്. അച്ഛൻ ആ പണി മാത്രം നോക്കിയാൽ മതി. പിറ്റേ ദിവസം കല്ലറക്കൽ റാഫേൽ മുതലാളിയും ആൺമക്കളും കൂടി സീനയുടെ വീട്ടിലെത്തി. എടി പട്ടിയുടെ മോളെ, നീ ചെന്ന് വികാരിയച്ഛനോട് പരാതി പറഞ്ഞിട്ട് എന്തായിടി? നിന്റെ ഗർഭം ഏറ്റെടുത്തോളാമെന്ന് അച്ഛൻ സമ്മതിച്ചോടി? ജെയിംസ് വീട്ടുമുറ്റത്ത് നിന്ന് അലറി. റാഫേൽ മുതലാളി വീട്ടിനകത്തേക്ക് കയറി ചെന്ന് സീനയെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്തിറക്കി. എടി, ഇന്ന് മുതൽ ഞങ്ങളുടെ സ്ഥലമാ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ മര്യാദയ്ക്ക്. നിങ്ങളുടെ സ്ഥലമോ? സീന അമ്പരന്നു. നിന്റെ അനിയത്തിയുടെ ഓപ്പറേഷന് 30,000 രൂപയ്ക്ക് ഇത് പണയം തന്നത് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോടി? നിന്റെ ആങ്ങളെ ചത്ത സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്കുള്ളതായി വീട് സ്ഥലവും. അല്ലെങ്കിൽ 30,000 രൂപയെ അതിൻ്റെ പലിശയും നീ അടച്ചു തീർക്ക്. നിനക്കതിന് പറ്റുമോ? സീന അന്താളിച്ച് നിന്നു. എടാ ജോണി, അവളുടെ സാധനങ്ങളൊക്കെ മുറ്റത്തോട്ട് പറക്കിയിട്. ജോണിയും ടോമിയും ജെയിംസും കൂടി വീട്ടു സാമാനങ്ങളെല്ലാം വലിച്ചു വാരി മുറ്റത്തെറിഞ്ഞു. ഇന്ന് തന്നെ ഇവിടുന്ന് മാറ്റിക്കോണം, ഇല്ലെങ്കിൽ തീയിട്ട് ചുട്ടുകളയും. റാഫേൽ മുതലാളി സീനയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് കുഞ്ഞാപ്പൂവിൻ്റെ വീട്ടിലേക്ക് പോയി. അയൽപ്പക്കക്കാരെല്ലാം ഈ അതിക്രമം കണ്ട് അസ്തപ്രജ്ഞയായി നിന്നു. റാഫേൽ മുതലാളിക്കെതിരെ ശബ്ദിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കിടപ്പാട് ഇല്ലാതായല്ലോ ദൈവമേ, സീന ഏങ്ങലടിച്ചു. സാരമില്ല മോളെ, ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും. ഈ ദുഷ്ടന്മാരെ അദ്ദേഹം ശിക്ഷിച്ചോളും, പെണ്ണമ്മച്ചേടത്തി ആശ്വസിപ്പിച്ചു. റാഫേൽ മുതലാളി അന്ന് തന്നെ തൻ്റെ കൂലിക്കാരെ കൊണ്ട് ആ വീട് ഇടിച്ചു നിരത്തി. മേൽക്കൂര പൊളിച്ചു മാറ്റി കത്തിച്ചു കളഞ്ഞു. കുഞ്ഞാപ്പൂവും വെണ്ണമ്മച്ചേടത്തിയും കൂട്ടി വീട്ടുപകരണങ്ങളൊക്കെ ചുമന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുചെന്നിട്ടു. റാഫേൽ മുതലാളിയുടെ കൂലിക്കാർ സീനയുടെ വീടിൻ്റെ തറ കിളച്ചു മറിച്ചു. ആ തറയിലും മുറ്റത്തും തെങ്ങിൻ തൈകൾ വെച്ചു. രാത്രിയായി. സീന അന്നും വെണ്ണമ്മച്ചേടത്തിയുടെ വീട്ടിലാണ് ഉറങ്ങാൻ കിടന്നത്. പക്ഷേ അവൾ ഒട്ടും ഉറങ്ങിയില്ല. വെണ്ണമ്മച്ചേടത്തി ഇടയ്ക്ക് ഒരു തവണ ഉണർന്നു നോക്കിയപ്പോൾ സീന പായിന്മേൽ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത്. കിടക്കുമോളെ, ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ ഒരന്തവും കാണുകയില്ല. വരുന്ന പോലെ വരട്ടെ, കൺമുന്നിൽ വെച്ച് കാണാം. സീന ഒന്നും മിണ്ടില്ല. വെണ്ണമ്മച്ചേടത്തി കിടന്നുറങ്ങി. അവർ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ സീന അവിടെ ഇല്ലായിരുന്നു. മോളെ സീനേ, സീനേ, അവർ ഉറക്കെ വിളിച്ചു. വീട് മുഴുവൻ അരിച്ചു പെറുക്കി. പറമ്പിൽ നോക്കി, ഇല്ല, സീനയെ കാണുന്നില്ല. കുഞ്ഞാപ്പൂച്ചേട്ടൻ അയൽപക്കത്തൊക്കെ ചെന്ന് അന്വേഷിച്ചു. അവരാരും സീനയെ കണ്ടില്ല. വാർത്ത 5 കണ്ടം മുഴുവൻ വ്യാപിച്ചു. ആളുകൾ 5 കണ്ടത്തിലെമ്പാടും സീനയ്ക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തി. പക്ഷേ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾ എവിടെ അപ്രത്യക്ഷയായി? നാട് വിട്ടു പോയതാണോ? അതോ ആത്മഹത്യ ചെയ്തോ? അതുമല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു മറവ് ചെയ്തോ? 5 കണ്ടത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും മിന്നിമറഞ്ഞു. വനത്തിൽ കൊടുങ്കാറ്റ് വീശി തുടങ്ങി. ആകാശത്ത് മിന്നലുകളുടെ പുളച്ചിൽ. കാടിന് നടക്കുന്ന ഇടിയൊച്ച. പേമാരി പെയ്യാൻ പോവുകയാണ്. മാലയും വല്ലിയും മൂപ്പൻ്റെ കുടിലിൽ ഓടിക്കിരിച്ചെത്തി. കാട്ടുരാജാവായ മായൻ മൂപ്പൻ്റെ മകളാണ് മാലപ്പെണ്ണ്. വല്ലി അവളുടെ പ്രിയ തോഴി. മാലയും വല്ലിയും ഈറ കൊണ്ട് നെയ്ത കൂടുകളിൽ നിന്നും പച്ചമരുന്നുകൾ തറയിലേക്ക് ചൊരിഞ്ഞു. വേരുകളും തണ്ടുകളും കായ്കളും പൂക്കളും ഇലകളും ഒക്കെ അതിലുണ്ട്. വിവിധ തരം കാട്ടുമരുന്നുകൾ. കാട്ടിൽ ചുറ്റി നടന്ന് ഈ മരുന്നുകൾ ശേഖരിക്കാൻ മൂപ്പൻ തന്നെയാണ് അവരെ പറഞ്ഞയച്ചത്. മായൻ മൂപ്പൻ നിലത്തു കുത്തിയിരുന്ന പച്ചമരുന്നുകളെല്ലാം പരിശോധിച്ചു. ഇടയ്ക്കിടെ അയാൾ നല്ല ചിരിയോടെ എന്ന് മൂളി തലയാട്ടിക്കൊണ്ടുമിരുന്നു. മൂപ്പൻ്റെ തല നരച്ചിട്ടുണ്ട്. പ്രായമേറെയായെന്ന് മുഖത്തെ ചുളിവുകളും ഞൊറികളും വ്യക്തമാക്കുന്നു. ദേഹം മെലിഞ്ഞ് ചുളിഞ്ഞു തുടങ്ങി. ഒരൽപ്പം കൂനിയാണ് മൂപ്പൻ്റെ നടത്തം. മൂപ്പൻ തലയാട്ടുമ്പോൾ അയാളുടെ കാത് തുളച്ചിട്ട വളയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. മൂപ്പൻ പച്ചമരുന്നുകൾ ശ്രദ്ധാപൂർവം വേണ്ടുന്ന അളവിലെടുത്ത് കാട്ടുതടി പൊഴിച്ചുണ്ടാക്കിയ കുഴിയിലിട്ട് ഇടിച്ചു പിഴിഞ്ഞു. നീരെടുത്തു. വേറൊരു കൂട്ടം മരുന്ന് മാലയും വല്ലിയും കൂടി ആൽച്ചുവട്ടിലെ പാറമേൽ വെച്ച് അരച്ച് കുറുക്കിയെടുത്തു. വൻപാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള നിരപ്പായ പ്രദേശത്താണ് മൂപ്പൻ്റെ ആദിവാസി ഗ്രാമം. അതിനരികിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട്.
തോടിൻ്റെ തീരത്തോട് ചേർന്ന് വലിയ കൂണുകൾ പോലെയുള്ള അനേകം കുടിലുകൾ, പുല്ലും ഇലയും കൊണ്ട് മേഞ്ഞ് മറച്ചവ. അവയ്ക്കെല്ലാം നടുവിൽ ഗ്രാമത്തലവനായ മൂപ്പൻ്റെ വലിയ കുടിൽ. മൂപ്പനും മകളും തോഴിയും കൂടി തൊട്ടടുത്ത ഒരു കുടിലിലേക്ക് ചെന്നു. അതിനുള്ളിൽ പുൽമെത്തയിൽ വിരിഞ്ഞ കരടിത്തോലിനു മീതെ ഒരു യുവാവ് കമിഴ്ന്ന് കിടപ്പുണ്ട്. മൂപ്പൻ അകത്തു കടന്നു. മാലയും വല്ലിയും യുവാവിൻ്റെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചു. അരച്ചു കുറുക്കിയ മരുന്നെടുത്ത മൂപ്പൻ യുവാവിൻ്റെ പുറത്തു തേച്ചു. പിന്നെ ശരിക്കുഴിഞ്ഞ് തിരുമ്മി തുടങ്ങി. അത് ഏതാണ്ട് 1/4 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷം മൂപ്പൻ യുവാവിനെ മലർത്തിക്കിടത്തി. അയാളുടെ തോളിലും വാരിയെല്ലിനു കൂടിന് താഴെയും വൃത്താകൃതിയിലുള്ള 2 വലിയ മുറിവുകൾ. മൂപ്പൻ ആ മുറിവുകളിൽ പച്ചനീരൊഴിച്ചു. പിന്നെ അരച്ച മരുന്ന് കൊണ്ട് മുറിവ് പൊതിഞ്ഞു. അതിനുശേഷം യുവാവിൻ്റെ വരണ്ടുണങ്ങിയ ചുണ്ടുകൾ പിളർന്ന് അതിനിടയിലേക്ക് മരുന്ന് ഇറ്റിച്ചു കൊടുത്തു. യുവാവ് അത് അബോധാവസ്ഥയിൽ തന്നെ നുണഞ്ഞിറക്കി. അയാൾ ഇടയ്ക്കിടെ അസഹ്യമായ വേദന കൊണ്ടെന്ന പോലെ ഞരങ്ങിക്കൊണ്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മൂപ്പൻ്റെ ആൾക്കാർക്ക് ആ യുവാവിനെ കാട്ടിൽ നിന്ന് കിട്ടിയത്. മൂപ്പൻ്റെ അനുയായികൾ തേനെടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. വൃക്ഷങ്ങൾ ഇടതൂർന്ന ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോരയിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്നത് കണ്ടു. തറയിലും അടുത്തുള്ള ഇലകളിലും ചോര തെറിച്ചു വീണുകൊണ്ടിരുന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആളിന് അപ്പോഴും ജീവനുണ്ടെന്ന് മനസ്സിലായി. അവരുടനെ മൂപ്പനെ വിവരമറിയിച്ചു. മൂപ്പൻ അമ്പരന്ന് പോയി. ഈ കാട്ടിൽ നാട്ടുമനുഷ്യനോ? നാട്ടുമനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ദുർഗമമായ കാടാണത്. 2-4 കൊല്ലം കൂടുമ്പോഴേ അവർ നാട്ടുമനുഷ്യരെ കാണാറുള്ളൂ. വഴിതെറ്റി വരുന്ന ആനവേട്ടക്കാരായിരിക്കും അവർ. മൂപ്പനും അനുയായികളും ചേർന്ന് അവരെ വിരട്ടി ഓടിക്കുകയാണ് പതിവ്. ഇത്തവണ മൂപ്പനും കൂടെ ചെന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യുവാവിനെ മൂപ്പൻ പരിശോധിച്ചു. ജീവൻ്റെ തുടിപ്പുകളുണ്ട്. പക്ഷേ അധികം വൈകാതെ വേണ്ടത് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോയേക്കും. മൂപ്പനുടൻ കാട്ടുകമ്പുകൾ കൊണ്ട് മഞ്ചലുണ്ടാക്കാൻ കൽപ്പിച്ചു. മൂപ്പൻ്റെ അനുയായികൾ അനുസരിച്ചു. അവർ കെട്ടിയുണ്ടാക്കിയ മഞ്ചലിലേറ്റി നാട്ടുമനുഷ്യനെ ചുമന്ന് ഗ്രാമത്തിലെത്തിച്ചു. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മൂപ്പന് മനസ്സിലാക്കി, നാട്ടുമനുഷ്യൻ്റെ കയ്യിലുള്ള പൊട്ടുന്ന കുന്ത്രാണ്ടം കൊണ്ടുള്ള മുറിവുകളാണ് യുവാവിൻ്റെ ദേഹത്തേതെന്ന്. മൂപ്പൻ വേഗം തീ കൂട്ടി കമ്പും ഒരു കൂർമ്പൻ കത്തിയും ചുട്ടുപഴുപ്പിച്ചു. അത് മുറിവുകളിലൂടെ തിക്കിക്കയറ്റി വെടിയുണ്ട നീക്കം ചെയ്യാനുള്ള ശ്രമമാണ്. മാംസം വെന്ത് കരിയുന്ന മണം വായുവിൽ വ്യാപിച്ചു. മൂപ്പൻ നന്നേ കഷ്ടപ്പെട്ടു 2 വെടിയുണ്ടയും തുരന്ന് നീക്കം ചെയ്തു. പിന്നെ മുറിപ്പാടുകളിൽ മരുന്ന് അരച്ചു പൊതിഞ്ഞു. ചില ഒറ്റമൂലികൾ പറിച്ച് ഇടിച്ചു പിഴിഞ്ഞ് യുവാവിൻ്റെ ചുണ്ടിൽ അതിൻ്റെ നീരിറ്റിച്ചു കൊടുത്തു. ഏതായാലും അയാൾ മരിച്ചില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലും തോറും ആശ്വാസം കാണാനുമുണ്ട്. ഇടയ്ക്കിടെ അയാൾക്ക് ബോധം തെളിയും. അപ്പോൾ മാലയും വല്ലിയും കൂടി അയാൾക്ക് ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞാൽ അയാൾ ദീർഘനിദ്രയിൽ മുങ്ങിത്താഴും. ചിലപ്പോഴത് ബോധക്കേടിലായിരിക്കും എത്തി നിൽക്കുക. പിന്നെ മൂപ്പൻ മരുന്നും മന്ത്രവും ചെയ്താലേ ബോധം ഉണരൂ. ആൾ രക്ഷപ്പെടുമെന്ന് മൂപ്പന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. നാട്ടുമനുഷ്യൻ്റെ ആണെങ്കിലും ഒരു ജീവൻ തൻ്റെ കഴിവുകൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞതിൽ മൂപ്പന് അളവറ്റ സന്തോഷമുണ്ടായിരുന്നു. കാട്ടിൽ യുവാവ് വെടിയേറ്റ് കിടന്നതിന് സമീപം മറ്റൊരാളിൻ്റെ മൃതദേഹം കൂടി ആദിവാസികൾ കണ്ടിരുന്നു. പിന്നെ പൊട്ടുന്ന കുന്ത്രാണ്ടങ്ങൾ 2 എണ്ണവും. എല്ലാം അവർ ചതുപ്പിൽ താഴ്ത്തിക്കളഞ്ഞു. മായൻ മൂപ്പൻ്റെ കീഴിലുള്ള ആദിവാസി ഗോത്രത്തിന് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ല. മൃഗങ്ങളെ വേട്ടയാടിയും തേനും ഫലമൂലാദിയും ശേഖരിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അല്പം മീൻപിടുത്തവുമുണ്ട്. തീരെ പ്രാകൃതമായ ജീവിതവും ആചാരങ്ങളുമാണ് അവരുടേത്. മരവിരിയോ കാട്ടിലകളോ മൃഗത്തോലുകളോ കൊണ്ടുള്ള വസ്ത്രം കഷ്ടിച്ച് നാണം മറയ്ക്കാനേ ഒതുങ്ങിയിരുന്നുള്ളൂ. ആദിവാസികൾ സ്ത്രീപുരുഷ ഭേദമല്ലാതെ മിനുസപ്പെടുത്തിയ കല്ലും ചെത്തിയൊതുക്കിയ എല്ലുകളും കൊണ്ടുള്ള ആഭരണങ്ങളും കാതിലും കഴുത്തിലും വളയങ്ങളും ധരിച്ചിരുന്നു. സന്ധ്യയ്ക്ക് മായൻ മൂപ്പൻ യുവാവിനെ പരിചരിക്കാനെത്തി. അയാൾ ബോധമുണർന്ന് കിടക്കുകയായിരുന്നു. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മൂപ്പൻ അയാൾക്ക് വേണ്ട മരുന്നുകളെല്ലാം നൽകി. യുവാവിന് സംസാരിക്കാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ അയാൾ ആരാണെന്ന് അന്വേഷിച്ചു. പ്രാകൃതമായ ഭാഷയിലുള്ള ആ ചോദ്യം പലതവണ മൂപ്പൻ ആംഗ്യ വിക്ഷേപങ്ങളോടെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ യുവാവ് പറഞ്ഞു, എൻ്റെ പേര് റൂബി, സ്ഥലം 5 കണ്ടം. ചിലർ എന്നെ കാട്ടിന് നടുവിൽ കൊണ്ടുവന്നു ചതിച്ചു കൊല്ലാൻ. എന്നെ വെടിവെച്ചു. മൂപ്പന് ശരിക്കും മനസ്സിലായില്ല. എങ്കിലും അയാൾ തലയാട്ടിക്കൊണ്ടിരുന്നു. ഞാൻ എവിടെയാ? മൂപ്പൻ അതിനെയും ചിരിച്ചു. എന്നിട്ട് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ റോബിക്ക് ഭക്ഷണവുമായി മൂപ്പൻ്റെ മകളും തോഴിയും വന്നു. മൂപ്പൻ്റെയും അയാളുടെ അനുയായികളുടെയും പരിചരണം റോബിക്ക് പിന്നെയും ദിവസങ്ങളോളം ലഭിച്ചു. എന്നും മറ്റു കുടിലുകളിലുള്ള ആദിവാസികൾ അയാളെ സന്ദർശിക്കുമായിരുന്നു. റോബിക്ക് തനിയെ എഴുന്നേൽക്കാനും ഏതാനും ചുവട് നടക്കാനും കഴിയുമെന്നായി.
അവൻ മിക്കപ്പോഴും കുടിലിന് പുറത്തിറങ്ങി വരും. മാലയും വല്ലിയും കൂടെ അവൻ്റെ കൈ പിടിച്ച് തോട്ടുപക്കത്ത് കൊണ്ടുപോകും. സ്ത്രീകളും കുട്ടികളും അവൻ്റെ ചുറ്റും കൂടും, കാഴ്ച കാണാനെന്ന പോലെ. അവർക്കെല്ലാം ഈ നാട്ടുമനുഷ്യൻ കൗതുകമുളവാക്കുന്ന കാഴ്ചയായിരുന്നു. റോബിയെ സന്ദർശിക്കാൻ കുടിലിൽ വരുന്നവർ ഒരു മുളങ്കുറ്റി തേനോ വേവിച്ച മീനോ പഴങ്ങളോ കൊണ്ടുവന്ന് സമ്മാനിക്കുക പതിവായിരുന്നു. കൊടുങ്കാടിന് മധ്യത്തിലുള്ള ഏതോ ആദിവാസി ഗോത്രത്തിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നതെന്ന് റോബി മനസ്സിലാക്കി. വെടിയേറ്റ് കിടന്ന തന്നെ ആദിവാസികളാണ് എടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷിച്ചതും ജീവൻ രക്ഷിച്ചതെന്നും. മുറിവ് പൂർണ്ണമായി ഭേദപ്പെട്ടിട്ടില്ല, കഷ്ടിച്ച് നടക്കാൻ കഴിയുമെന്നേയുള്ളൂ. പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടണമെങ്കിൽ ആഴ്ചകൾ തന്നെ കഴിയണം. വെടിയേറ്റ ശരീരത്തിൽ നിന്ന് ധാരാളം ചോര വാർന്നു പോയിരുന്നതിനാൽ അവൻ തീരെ ദുർബലനും അവശനുമായിരുന്നു. കാട്ടുകിഴങ്ങുകളും കാട്ടുതേനും കാട്ടിറച്ചിയും മറ്റും ഭക്ഷിച്ച് ക്രമേണ അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. പോരെങ്കിൽ രാവും പകലുമെന്നില്ലാതെ ശുശ്രൂഷിക്കാൻ സുന്ദരികളായ മാലയും വല്ലിയും. മാലയാണ് കൂടുതൽ സുന്ദരി, ഇളം കറുപ്പാർന്ന നിറം, എങ്കിലും നല്ല ആരോഗ്യമുള്ള തുടുത്തു മിനുത്ത മേനി, അഴകും ആരോഗ്യവും ഒത്തിണങ്ങിയ ശരീരമാണ് അവളുടേത്. അവളാണ് റോബിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ചത്. മൂപ്പൻ്റെ മകളായതിനാൽ അവൾക്ക് എപ്പോൾ എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. റോബിയും അവരോട് സ്നേഹത്തോടെ പെരുമാറി. അവൻ മാലയോട് എന്തെങ്കിലും സംസാരിക്കുകയും ചിരിക്കുകയും പതിവായി. അവൾക്ക് വല്ലതും മനസ്സിലാകണമെങ്കിൽ ആംഗ്യം കാണിക്കുകയും കൂടി വേണം. അതും അവനോട് തമിഴ് ചുവയുള്ള ഒരു ഭാഷ സംസാരിക്കും. ചിലത് റോബിക്ക് മനസ്സിലാവില്ല, ചിലതൊക്കെ ഊഹിച്ചെടുക്കും. പൂർണ്ണ ആരോഗ്യവാനായിട്ട് വേണം 5 കണ്ടത്തിലേക്ക് തിരിച്ചു പോകാനെന്ന് റോബി തീരുമാനിച്ചു. തന്നെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചവരോട് പ്രതികാരം ചെയ്യണം. എന്തൊരു ചതിയായിരുന്നു അത്! അവസാന നിമിഷം വരെ അതേക്കുറിച്ച് ഒരു സംശയവും തോന്നിയില്ല. എത്ര ബുദ്ധിപൂർവമാണ് അവർ കെണിയൊരുക്കിയത്! ആരും അറിയാതെ തന്നെ ചതിച്ചു കൊല്ലാനുള്ള വിദ്യ. 5 കണ്ടത്തിലുള്ള ആളുകൾ ആരും തനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞു കാണില്ല. കള്ളർക്കന്മാരുടെ ധാരണ താൻ മരിച്ചെന്നാവും. തിരിച്ചു ചെല്ലട്ടെ, എന്നിട്ട് വേണം ചോര കൊണ്ട് തന്നെ കണക്ക് തീർക്കാൻ. അപ്പച്ചനും സീനയും അപ്പോൾ തന്നെ ഓർത്ത് ദുഃഖിച്ച് കഴിയുകയാവും. അവരെങ്ങനെ കഴിയുന്ന ആവോ? ചിലവ് കഴിയാൻ വരുമാനമൊന്നുമില്ലല്ലോ. ഏതായാലും എത്രയും വേഗം 5 കണ്ടത്തിലെത്തണം. ആങ്ങളമാരുടെ ചതിയെക്കുറിച്ച് സോഫി അറിഞ്ഞു കാണുമോ? ആർക്കറിയാം. റോബി പലവിധ ആലോചനകളിൽ മുഴുകി. അന്നും രാവിലെ മാല കുടിലിൽ വന്നു. വായാടി പെണ്ണ് റോബിയോട് കുറേ നേരം കൊഞ്ചിക്കൊഴിഞ്ഞു. അവൾ അവന് വേണ്ടി നറുതേനും പഴങ്ങളും കൊണ്ടുവന്നിരുന്നു. അവൾ തന്നെ പ്രേമപൂർവ്വം അവൻ്റെ നാവിൽ വെച്ചു കൊടുത്തു. അവൻ്റെ മുറിവുകളിൽ അവൾ പച്ചമരുന്നുകൾ വെച്ച് കെട്ടി. ഈയിടെയായി അവൾ തനിച്ചാണ് കുടിലിൽ വരുന്നത്. വല്ലിയെ അവൾ പുറത്ത് നിർത്തിയിരിക്കും. റോബിയെ പരിചരിക്കുന്ന ചുമതല മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അന്നും തിരിച്ചു പോകാൻ നേരം മാല അവൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് മൂക്കിന് മുമ്പിൽ മുത്തി. എന്നിട്ട് നാണിച്ച് പുറത്തേക്ക് ഓടി ഇറങ്ങി. പെണ്ണിന് തന്നോട് പ്രേമമാണ്, റോബി ഓർത്തു. അതിൻ്റെ ഇളക്കമാണ് അവൾക്ക്. അവളുടെ നോട്ടവും ഭാവവും ചലനങ്ങളും എല്ലാം കാണുമ്പോൾ അറിയാം കലശലായ പ്രേമത്തിലാണ് അവളെന്ന്. മൂപ്പനും അത് സമ്മതമായിരിക്കും, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇങ്ങനെ തുറന്നു വിടുകയില്ലല്ലോ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക. പിന്നെയും ആഴ്ചകൾ കടന്നുപോയി. റോബിക്ക് ഏറെക്കുറെ സുഖമായി. ഇപ്പോൾ വേഗത്തിൽ നടക്കാനൊക്കെ സാധിക്കും. മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞു. മൂപ്പനിടയ്ക്കിടെ അവനെ സന്ദർശിക്കാൻ വരുമായിരുന്നു. അപ്പോഴൊക്കെ റോബി തൻ്റെ നാടിൻ്റെയും വീടിൻ്റെയും തനിക്ക് പറ്റിയ ചതിയുടെയും ഒക്കെ കഥകൾ മൂപ്പനോട് പറയും. ഒരു ദിവസം റോബി മൂപ്പനോട് പറഞ്ഞു, എൻ്റെ മുറിവുകൾ ഉണങ്ങി, ഞാൻ ആരോഗ്യവാനായി. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങേക്കും അനുയായികൾക്കും 1000 നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. എനിക്കിനി നാട്ടിലേക്ക് തിരിച്ചു പോകണം. മൂപ്പൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്നെ പോകാൻ അനുവദിക്കണം. നാട്ടിൽ എൻ്റെ അപ്പച്ചനും പെങ്ങളും ദുഃഖിച്ചിരിക്കുകയാണ്. ഞാൻ ചെന്നാലേ അവരുടെ കഷ്ടപ്പാട് തീരൂ. എനിക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് അത് കാട്ടിത്തരണം. എന്നെ സഹായിക്കണം. മൂപ്പൻ റോബിയെ തന്നെ ഏതാനും നിമിഷം തുറച്ചു നോക്കി നിന്നു. പെട്ടെന്നിറങ്ങി പോയിക്കളഞ്ഞു. റോബി വിഷമത്തിലായി. കൊടുങ്കാടാണിത്. പുറത്തേക്കുള്ള മാർഗം ആദിവാസികൾക്കേ അറിയൂ. അറിയാത്തവൻ കാട്ടിലിറങ്ങിയാൽ ചുറ്റിക്കറങ്ങും. ആനയുടെയോ കരടിയുടെയോ വായിൽ ചെന്ന് പെടുകയും ചെയ്യും. അന്ന് വൈകുന്നേരം മാല വന്നു. അവൾ പിണങ്ങിയ ഭാവത്തിലായിരുന്നു. അവൾ അവനോട് എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു. കുറ്റപ്പെടുത്തുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ ഇവിടം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന വിവരം മൂപ്പൻ ഇവളോട് പറഞ്ഞു കാണുമെന്ന് റോബി ഊഹിച്ചു. മാല അവൻ്റെ ദേഹമാകെ പച്ചമരുന്ന് കൊണ്ടുള്ള കുഴമ്പ് തേച്ചു. പിന്നെ വെള്ളത്തിൽ കുഴച്ച കളിമണ്ണ് അതിനു മീതെ തേച്ചു പിടിപ്പിച്ചു. ഒടുവിൽ കുളിക്കാനായി തോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
മാല അവനെ തേച്ചു കുളിപ്പിച്ചു. കൂടെ അവനും കുളിച്ചു. രണ്ടുപേരും ഏറെക്കുറെ നഗ്നരായിരുന്നു. മാല അപ്പോൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അവൾ അവൻ്റെ ദേഹത്ത് വെള്ളം തേവുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തു. അവളോടൊപ്പമുള്ള ഈ തമാശ റോബിക്ക് നന്നേ രസിച്ചു. അവന് ഈ പെൺകുട്ടിയോട് സ്നേഹവും കൗതുകവും തോന്നി. ഈ കാനന സുന്ദരിയെ കണ്ടാൽ ആരും കാമിച്ചു പോകും. ഇപ്പോൾ വിടർന്ന കാട്ടുപൂ പോലുള്ള കന്നി ഇളം പെണ്ണ്. റോബി അടുത്ത ദിവസവും മൂപ്പനോട് തനിക്ക് നാട്ടിൽ പോയേ ഒക്കൂ എന്നു പറഞ്ഞു. മൂപ്പൻ്റെ മുഖം ഇരുണ്ടു. പോകാനൊക്കില്ലെന്ന് അയാൾ തീർപ്പ് കൽപ്പിച്ചു. മൂപ്പൻ്റെ സമ്മതവും സഹായവും കൂടാതെ തനിയെ പോകുമെന്ന് റോബി അറിയിച്ചു. അതോടെ മൂപ്പൻ കോപാകുലനായി. ഇവിടെ നിന്ന് തനിച്ച് രക്ഷപ്പെടുക അസാധ്യമാണെന്ന് അയാൾ അറിയിച്ചു. ഘോരവനത്തിൻ്റെ മധ്യഭാഗമാണിത്. ഇവിടെ നിന്ന് നാട്ടിലേക്ക് അനേകം നാഴിക ദൂരമുണ്ട്. പരിചയമില്ലാത്തവർ തനിച്ചു പോയാൽ ആനയുടെയോ പുലിയുടെയോ കരടിയുടെയോ ഭക്ഷണമായി തീരുകയാണ് പതിവ്. മൂപ്പൻ്റെ സമ്മതം കൂടാതെ പോയാൽ മൂപ്പൻ പിന്നാലെ തൻ്റെ പടയാളികളെ വിട്ട് അമ്പ ചെയ്ത് കൊല്ലിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാനുള്ള ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതാണ് നന്ന്. അതിൻ്റെ കാരണവും അയാൾ ചൂണ്ടിക്കാട്ടി. ചതിയരും കൊലപാതകികളും നിറഞ്ഞ നാട്ടിലേക്ക് പോയതുകൊണ്ട് എന്തു പ്രയോജനം? അതേസമയം ഇവിടെയാണെങ്കിൽ പല ഗുണങ്ങളുമുണ്ട്. ഒന്നാമത്, മൂപ്പൻ്റെ മകൾ മാല റോബിയെ സ്നേഹിക്കുന്നു. ആ ഗോത്രത്തിൻ്റെ നിയമമനുസരിച്ച് ഒരു പെണ്ണ് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ അയാൾ അവളെ കെട്ടണം. മൂപ്പൻ്റെ മകളെ വിവാഹം ചെയ്യുന്നവനാണ് അടുത്ത ഗോത്രത്തലവൻ. അതുകൊണ്ട് കാട്ടിൽ നിന്നാൽ മൂപ്പൻ്റെ കാലത്തിന് ശേഷം കാട്ടുരാജാവായി വിരസാം. പ്രേമം നിരസിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ തലയറുത്തു കൊന്ന് ദേവിക്ക് കാഴ്ചവെക്കും. അമ്പും വില്ലും കത്തിയും കാട്ടി മൂപ്പൻ റോബിയെ ഭീഷണിപ്പെടുത്തി. റോബിയുടെ ജീവൻ രക്ഷിച്ചത് താനായതുകൊണ്ട് താൻ പറയുന്നത് അനുസരിക്കാൻ റോബി ബാധ്യസ്ഥനാണെന്നും ജീവനെടുക്കാനുള്ള അവകാശവും തനിക്ക് തന്നെയാണെന്നും മൂപ്പൻ അവസാന വാക്കെന്ന പോലെ അറിയിച്ചു. റോബി സ്തംഭിച്ചു പോയി. ഇനി എന്തു ചെയ്യും? മൂപ്പനെ പിണക്കി ഒളിച്ചോടിയാൽ മരണം നിശ്ചയം. ഇവിടെ നിന്നാൽ മാലയെ കല്യാണം ചെയ്ത് കാട്ടുരാജാവായി വാഴാം. ധിക്കരിച്ചാൽ കൊല്ലും, അനുസരിച്ചാൽ വളർത്തും. റോബി വിഷമത്തിലായി. മൂപ്പൻ്റെ ആൾക്കാർ 100 കണക്കിനുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ച് പോകാനും പറ്റില്ല. റോബി മൂപ്പനോട് ഇണങ്ങിക്കൂടാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും കാടിന് പുറത്തു കിടക്കാനുള്ള വഴി മനസ്സിലാക്കണം. മൂപ്പനോട് പിണക്കം കാണിച്ചാൽ ഒന്നും നടക്കില്ല. ഇവിടെ കൗശലം പ്രയോഗിച്ചല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. താൻ ഈ സ്ഥലം വിട്ടുപോകുകയില്ലെന്ന് അവൻ മൂപ്പനോട് പറഞ്ഞു. പിന്നെ മൂപ്പൻ്റെ ആൾക്കാരോടൊപ്പം വേട്ടയ്ക്ക് പോകാനുള്ള അനുവാദം ചോദിച്ചു. മൂപ്പൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷേ തൻ്റെ ആൾക്കാരുടെ വശം വിഷം പുരട്ടിയ അമ്പുകളാണുള്ളതെന്ന് മൂപ്പൻ മുന്നറിയിപ്പ് നൽകി. തൻ്റെ ആളുകളെ പറ്റിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ അമ്പെയ്യും. അമ്പ് ദേഹത്ത് കൊണ്ടാൽ മരണം നിശ്ചയം. റോബി അവരോടൊപ്പം വേട്ടയ്ക്ക് പോയി. അവൻ രക്ഷപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മൂപ്പൻ തൻ്റെ ആൾക്കാരെ രഹസ്യമായി നിർദ്ദേശിച്ചിരുന്നു. ദിക്കുകൾ കണ്ടുപിടിക്കുക എന്നതായിരുന്നു റോബിയുടെ പ്രധാന ലക്ഷ്യം. കുന്നിൻ മുകളിലെ വലിയൊരു മരത്തിൽ തേനെടുക്കാൻ എന്ന വ്യാജേന റോബി വലിഞ്ഞു കയറി. അയാൾ രക്ഷപ്പെട്ടേക്കുമെന്ന് ഭയന്ന് പുറകെ മറ്റൊരു ആദിവാസിയും കയറി ചെന്നു. മരത്തിൻ്റെ ഉച്ചിയിലിരുന്നു കൊണ്ട് അവൻ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ നിരീക്ഷിച്ചു. എങ്ങും കൊടും കാടു മാത്രം. ദൂരെ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, ചിലയിടത്ത് പുൽമേടുകൾ. പടിഞ്ഞാറ് ദിക്കിൽ അവിടെ തടാകം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും കണ്ടു. ഇല്ല, മനുഷ്യവാസമുള്ളതിൻ്റെ ലക്ഷണം ഒരിടത്തും കാണാനില്ല. റോബി നിരാശനായി തിരിച്ചിറങ്ങി. പിന്നെയും പല ദിവസങ്ങൾ അവൻ മൂപ്പൻ്റെ ആൾക്കാരോടൊപ്പം കാട്ടിൽ വേട്ടയ്ക്കിറങ്ങിയുണ്ടായി. പക്ഷേ കാടിന് പുറത്ത് കടക്കാനുള്ള മാർഗം ഒന്നും കണ്ടുപിടിക്കാൻ അവന് കഴിഞ്ഞില്ല. മൂപ്പൻ്റെ അനുയായികളിൽ 1-2 പേരെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമവും വിഫലമായി. ഇനി മാലപ്പെണ്ണ് തന്നെ ശരണം. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുക. എന്നിട്ട് അവളിൽ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെടാനുള്ള വഴി മനസ്സിലാക്കുക. റോബി മൂപ്പൻ്റെ മകൾ മാലയോട് സ്നേഹം ഭാവിച്ചു. അവൾക്കത് വലിയ സന്തോഷമായി. അവൾ അവന് എന്നും വിശിഷ്ടമായ ആഹാര പതനീയങ്ങൾ കൊണ്ടുവന്നു കൊടുക്കും. അവനെയും കൂട്ടി തോട്ടിൽ നീരാട്ടിനിറങ്ങും. തൻ്റെ ഒപ്പം നടക്കാൻ അവനെ കാട്ടിനുള്ളിൽ കൂട്ടിക്കൊണ്ടുപോകും. മൂപ്പൻ്റെ മകൾ ഒരു നാട്ടുമനുഷ്യനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതിൽ മറ്റ് ആദിവാസികൾക്കെല്ലാം എതിർപ്പുണ്ടായിരുന്നു. അതാരും പുറത്ത് കാണിച്ചില്ല. പിറുപിറുപ്പുകൾ ഉള്ളിലൊതുക്കി. മൂപ്പൻ്റെ ചാരൻ മുഖേന മൂപ്പന് ഈ എതിർപ്പിനെക്കുറിച്ച് അറിഞ്ഞു. മൂപ്പനുടൻ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി തൻ്റെ മകൾ മാലയും റോബിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. തൻ്റെ മകളുടെ ആശ നിറവേറ്റാൻ മാത്രമാണ് ഈ വിവാഹമെന്ന് അയാൾ അറിയിച്ചു. മകളുടെ തീവ്രമായ ആഗ്രഹത്തിനെതിരെ നിൽക്കാൻ തനിക്ക് ശക്തിയില്ലെന്നും അയാൾ വെളിപ്പെടുത്തി. ആദിവാസികൾക്കിടയിൽ പിറുപിറുപ്പ് വ്യാപിച്ചു. ഒരു നാട്ടുമനുഷ്യൻ ഭാവിയിൽ മൂപ്പനാകുന്നതിനോട് എല്ലാവർക്കും എതിർപ്പാണ്. അതിനും മൂപ്പൻ പരിഹാരം നിർദ്ദേശിച്ചു.
റോബിക്കും മാലയ്ക്കും ജനിക്കുന്ന മക്കൾ പ്രായപൂർത്തി എത്തുന്നതുവരെ താൻ തന്നെ ഗോത്രഭരണം തുടരും. മകളുടെ ഭർത്താവിന് ഭരണം കൈമാറുന്നതല്ലെന്ന് ചുരുക്കം. അത് ആദിവാസി കൂട്ടത്തെ ഏറെക്കുറെ തൃപ്തരാക്കി. റോബിക്ക് മൂപ്പൻ്റെയും കൂട്ടരുടെയും തീരുമാനത്തെ എതിർക്കുവാൻ കഴിഞ്ഞില്ല. അവൻ വാസ്തവത്തിൽ അവരുടെ തടവുകാരനായി തീർന്നിരുന്നു. മാലയുമായുള്ള വിവാഹം നടത്താൻ തനിക്ക് കുറേ കാലതാമസം അനുവദിച്ച് തരണമെന്ന് റോബി മൂപ്പനോട് അപേക്ഷിച്ചു. മൂപ്പൻ മനസ്സില്ലാ മനസ്സോടെ അനുവദിച്ചു. 3 മാസത്തെ കാലാവധിയാണ് റോബി ആവശ്യപ്പെട്ടത്. അതിനിടയിൽ എങ്ങനെയെങ്കിലും പഴുതുണ്ടാക്കി രക്ഷപ്പെടാമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. അതിനുള്ള ശ്രമങ്ങൾ അവൻ തുടർന്നുകൊണ്ടിരുന്നു. കാട്ടിൽ കുറേ അകലെ പല സ്ഥലങ്ങളിലായി കഞ്ചാവ് തോട്ടങ്ങളുണ്ടെന്ന് റോബി മാലയിൽ നിന്നറിഞ്ഞു. നാട്ടിലുള്ളവർ രഹസ്യമായി കൃഷി ചെയ്യുന്നതാണത്. ചിലപ്പോഴവിടെ നാട്ടുമനുഷ്യർ കാവലുണ്ട്. ഏതെങ്കിലും കഞ്ചാവ് തോട്ടത്തിലെത്തിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് റോബി വിചാരിച്ചു. പക്ഷേ കഞ്ചാവ് തോട്ടങ്ങളുടെ കാവൽക്കാർ ക്രൂരന്മാരാണെന്നാണ് കേട്ടിട്ടുള്ളത്. തോട്ടത്തിൽ ഒരു അപരിചിതൻ എത്തിയാൽ അവനെ തട്ടിക്കളയാനും അവർ മടിക്കുകയില്ലത്രേ. ആഴ്ചകൾ പിന്നെയും കടന്നുപോയി. ആദിവാസികളുടെ ഉത്സവം വന്നു. എല്ലാ വർഷവും അവരത് കെങ്കേമമായി കൊണ്ടാടാറുണ്ട്. ഉത്സവനാൾ ഗ്രാമം മുഴുവൻ മഹാകാളി വിഗ്രഹത്തിന് മുന്നിലെ മൈതാനത്തിൽ കൂട്ടം ചേരും. ഇക്കൊല്ലവും പതിവ് പോലെ പുൽത്തകിടിയിൽ ആദിവാസികൾ കൂട്ടം കൂടി. ഉച്ചതിരിഞ്ഞപ്പോൾ മുതൽ മഹാകാളിപ്പാറയിൽ പൂജാവിധികൾ നടത്തുകയായിരുന്നു. ജീവനോടെ പിടികൂടിക്കൊണ്ടുവന്ന കാട്ടുജന്തുക്കളുടെ തലയേർത്ത് ആ രക്തം അവർ കാളി വിഗ്രഹത്തിനു മീതെ വീഴ്ത്തി. സന്ധ്യയായതോടെ ഉത്സവം കൊഴുത്തു. മൃഗത്തുകൽ വരിഞ്ഞു കെട്ടിയുണ്ടാക്കിയ വലിയ ഡ്രമ്മുകൾ ഉച്ചത്തിൽ അടിച്ചു തുടങ്ങി. മാറ്റിയെടുത്ത മദ്യം എല്ലാവർക്കും വേണ്ടുവോളം വിളമ്പിയിരുന്നു. പുൽത്തകിടിയിൽ ഉണങ്ങിയ തടികൾ കൂട്ടി വലിയ തീക്കൊണ്ടമുണ്ടാക്കി. അതിനു ചുറ്റുമിരുന്ന ആദിവാസികൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു. മദ്യലഹരിയിൽ മതോന്മത്തരായ ആദിവാസി കൂട്ടം ആണും പെണ്ണുമടക്കം സംഘനൃത്തം ആരംഭിച്ചു. അട്ടഹസിച്ചും പ്രാകൃതമായ രീതിയിൽ ഓരോ വിചിത്ര ഗോഷ്ഠികൾ കാണിച്ചും നൃത്തം തുടർന്നു. ആണും പെണ്ണും ഇടകലർന്ന് തുള്ളിമറിഞ്ഞാടുകയാണ്. മൂപ്പൻ എല്ലാം കണ്ടു ഹുക്കയും വലിച്ച് മദ്യവും മോന്തി ആനന്ദത്തിൽ ആറാടിയിരിക്കുന്നു. മൂപ്പൻ്റെ സമീപത്ത് റോബിയും ആ പ്രാകൃത നൃത്തം നോക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മാല വന്നവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ അവനെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. റോബി വിസമ്മതിച്ചുവെങ്കിലും അവൾ ബലമായി അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവനും അവളോടൊപ്പം തീക്കുണ്ടത്തിനരികിൽ നിന്ന് ചാടുകയും മറിയുകയും ചെയ്തു. പാതിരാത്രി ആയതോടെ നൃത്തം കൊഴുത്തു. മൂപ്പന് ഇറങ്ങി വന്ന് നൃത്തത്തിൽ പങ്കുചേർന്നു. ചെറുപ്പക്കാർ വൈതാളിക്കാട്ടഹാസം മുഴക്കി. റോബിക്ക് മടുത്തു. അവൻ പതുക്കെ രംഗത്തു നിന്നും പിൻവാങ്ങി. കുടിലിലേക്ക് പോയ അവൻ്റെ പിറകെ മാലയും പതുങ്ങിയെത്തി. മദ്യവും തീറ്റി സാധനങ്ങളും അവൾ കുടിലിലേക്ക് കൊണ്ടുവന്നിരുന്നു. റോബിയെക്കൊണ്ട് അവൾ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു. വീണ്ടും വീണ്ടും അവൾ ഊറ്റിക്കൊടുത്തുകൊണ്ടിരുന്നു. അവന് ലക്കുകെടുന്നതുവരെ അവളും മദ്യലഹരിയിലായിരുന്നു. റോബി സുബോധമില്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് തറയിലേക്ക് വീണ് കിടന്നു. മാല അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. അവളുടെ ഇളം മേനി അവനെ ചുറ്റിപ്പിണഞ്ഞു. കാമം ഉണർന്ന് മതോന്മത്ത നൃത്തം ആരംഭിച്ചു. വെളിയിൽ തീക്കുണ്ടത്തിന് ചുറ്റും നൃത്തവും അട്ടഹാസവും തുടർന്നു. തീവെട്ടികൾ ആളിക്കത്തിക്കൊണ്ടിരുന്നു. പിന്നെയും ആഴ്ചകൾ പലത് കടന്നുപോയി. റോബിക്ക് രക്ഷപ്പെടാനൊരു പഴുതും കിട്ടിയില്ല. അവനാകെ നിരാശനായി. മൂപ്പൻ റോബിയും മാലയും തമ്മിലുള്ള വിവാഹ ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ആ ദിവസം അടുത്തടുത്ത് വരുംതോറും റോബിക്ക് ആദ്യ കയറി. എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടുക്കിൽ നിന്ന് മോചനം നേടിയില്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ പാഴായി പോകുമെന്ന് അവന് ഉറപ്പായി. വിവാഹത്തിന് ഇനി 2 നാൾ മാത്രം. റോബി അങ്കലാപ്പിലായി. ഏതായാലും രക്ഷപ്പെടാൻ നോക്കുക തന്നെ. അതിനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല. എന്നാലും മൂപ്പൻ്റെ മകളെ കേൾക്കുന്നതിനേക്കാൾ ഭേദമാണ്. ഏതാണ്ട് 5 മൈൽ ചുറ്റളവുള്ള കാട് റോബിക്ക് സുപരിചിതമായി കഴിഞ്ഞിരുന്നു. പതിവായുള്ള വേട്ടയ്ക്ക് പോക്കാണ് അതിനെ സഹായിച്ചത്. വിവാഹത്തിൻ്റെ തലേ ദിവസം ഒളിച്ചോടാനാണ് അവൻ തീരുമാനിച്ചത്. വേട്ടയാടലിന് ഇറങ്ങിയപ്പോൾ പോകേണ്ട ദിക്കുകളൊക്കെ കണ്ടുവെച്ചു. മൂപ്പൻ്റെ കുടിലും മറ്റും അലങ്കരിക്കാൻ തുടങ്ങിയിരുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പരിസരങ്ങളെല്ലാം വെടിപ്പാക്കി. കാളിപ്പാറയിലും ധാരാളം അലങ്കാരപ്പണികൾ. വധൂവരന്മാർക്ക് പാർക്കാൻ ഈറ്റയും മുളയും കൊണ്ട് പുതിയൊരു കുടിൽ മെനഞ്ഞു കെട്ടിക്കഴിഞ്ഞു. അവിടവും അലങ്കരിക്കപ്പെട്ടു. ആദിവാസികൾക്കാണെങ്കിൽ വലിയൊരു ഉത്സവം നടക്കാൻ പോകുന്ന പ്രതീതി. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കും മുമ്പേ റോബി തനിക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ കരുതി വെച്ചു. കത്തിയും കുന്തവും ഉപയോഗിച്ചു. 2-4 പേരോട് തനിക്ക് പോരടിക്കാനുള്ള അഭ്യാസമൊക്കെ അവൻ പഠിച്ചു കഴിഞ്ഞു. ഏകദേശം വെളുപ്പിന് 5 മണിയോടെ റോബി ഉണർന്നു. നല്ല നിലാവെട്ടമുണ്ട്.
ആദിവാസി കുടിലുകളെല്ലാം നിദ്രയിലാണ്ട് കിടക്കുന്നു. ഒരിടത്തും ആൾപെരുമാറ്റമില്ല. റോബി തൻ്റെ ആയുധങ്ങളും എടുത്ത് കാട്ടിലേക്ക് ഇറങ്ങി. വൃക്ഷങ്ങളുടെ നിഴൽ കാരണം പലയിടവും ഇരുണ്ടു കിടക്കുന്നു. പരിചയം കൊണ്ട് ദിക്കും വഴിയും മനക്കണ്ണിൽ കണ്ട് അവൻ നടന്നു. ഇടയ്ക്കിടെ കാട്ടിൽ നിന്ന് അപശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. ഏതു നിമിഷവും പ്രയോഗിക്കാൻ തക്കവണ്ണം കത്തിയും കുന്തവും അവൻ കരുതി പിടിച്ചിരുന്നു. ഇടയ്ക്കിടെ പുറകോട്ട് തിരിഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. ആരുമില്ല. തലയ്ക്ക് മീതെ മരച്ചില്ലകളിൽ രാപ്പറവുകൾ ചിറകടിച്ചു പറക്കുന്ന പേടിപ്പെടുത്തുന്ന ശബ്ദം. ചിലപ്പോൾ ആരോ പിടിച്ചു കുലുക്കിയിട്ടെന്ന പോലെ മരച്ചില്ലകൾ കുലുങ്ങി. കാട്ടിലുള്ള യക്ഷിപ്രേതാദികളെക്കുറിച്ച് മൂപ്പൻ പറഞ്ഞിട്ടുള്ളതെല്ലാം റോബി ഓർത്തു. കാലുകൾ ശിഖരത്തിൽ ചുറ്റിപ്പിണച്ച് താഴേക്ക് തൂങ്ങി തലയില്ലാതാടുന്ന പ്രേതങ്ങൾ. ഉയരത്തിലുള്ള വൃക്ഷക്കൊമ്പുകളിൽ ഇരുന്ന് നീണ്ട മുടി താഴേക്ക് ചുറ്റഴിച്ചിട്ട് മനുഷ്യൻ്റെ കഴുത്തിൽ കുരുങ്ങി മുകളിലേക്ക് പൊക്കിയെടുത്ത് അവൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന യക്ഷികൾ. മരത്തിൽ നിന്ന് ദേഹത്തിലേക്ക് ചാടി വീണ് ഒറ്റയടിക്ക് തല പൊളിച്ച് തലച്ചോറ് തിന്നുന്ന രക്ഷസുകൾ. പക്ഷെ റോബിക്ക് പേടി തോന്നിയില്ല. ആദിവാസികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആവേശം അവനിൽ കത്തി നിന്നു. നേരം പ്രഭാതമായി. ആദിവാസി കുടിലുകളിൽ ചലനമുണ്ടായി. ആളുകൾ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു തുടങ്ങി. തോട്ടുവക്കത്ത് വെയിൽ വന്നിട്ട് റോബിയെ പുറത്തേക്ക് കാണാഞ്ഞ് മൂപ്പൻ അതിശയിച്ചു. എന്ന് റോബിയാണ് ആദ്യം ഉണരുന്നത്. മാല ഉണരാൻ വൈകും. ഇന്ന് മാലയും ഉണർന്നു കഴിഞ്ഞു. അവൾ റോബിയുടെ കുടിലിൽ ചെന്ന് നോക്കി. അവിടെ ആരുമില്ല. പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് കരുതി അവൾ കുറേ നേരം കാത്തു. പക്ഷെ റോബിയെ കണ്ടില്ല. മാത്രമല്ല അവൻ്റെ കത്തിയും കുന്തവും കാണാനില്ലെന്നും മനസ്സിലായി. അവൻ തനിച്ച് വേട്ടയാടാൻ പോയിരിക്കുമെന്നാണ് മൂപ്പൻ ആദ്യം വിചാരിച്ചത്. ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാഞ്ഞ് മൂപ്പന് സംശയമായി. അവൻ സ്ഥലം വിട്ടതായിരിക്കുമെന്ന് മൂപ്പൻ ഊഹിച്ചു. കോപാകുലനായ മൂപ്പൻ ഉടൻ റോബിയെ പിടിക്കാൻ കാടിൻ്റെ നാനാഭാഗത്തേക്കും തൻ്റെ ആൾക്കാരെ അയച്ചു. അമ്പും വില്ലും കുന്തങ്ങളുമായി അവർ പാഞ്ഞു. കൂട്ടിന് കാട്ടുനായ്ക്കളും. നേരം പ്രഭാതമായപ്പോൾ മുതൽ റോബി ഓടുകയായിരുന്നു. പിടിക്കപ്പെട്ടാൽ മൂപ്പൻ തന്നെ കൊന്നുകളയുമെന്ന് അവന് ഉറപ്പായിരുന്നു. മൂപ്പൻ്റെ കാട്ടുനായ്ക്കൾ മണം പിടിച്ചെത്തും മുമ്പേ ഒരു രക്ഷാസങ്കേതം കണ്ടെത്തണം. ഇല്ലെങ്കിൽ വിഷം പുരട്ടിയ അമ്പുകളേറ്റ് താൻ കൊല്ലപ്പെടും. കാടിൻ്റെ ചില ഭാഗങ്ങളിൽ അവന് മുമ്പോട്ട് പോകാൻ വിഷമം നേരിട്ടു. വള്ളികളും മുൾപടർപ്പുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞ ഭാഗങ്ങളാണവ. പലപ്പോഴും അവൻ പോകാൻ മാർഗമില്ലാതെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഗതി തിരിച്ചു വിടേണ്ടി വന്നു. ഉച്ച കഴിഞ്ഞു. റോബി ദുർഗമമായ ഒരു ഭാഗത്തെത്തി. തിങ്ങി അടിഞ്ഞ കാടാണ് ചുറ്റും. ദിക്കറിയാൻ പോലും വിഷമം. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. പെട്ടെന്ന് കുറേ പുറകിലായി കാട്ടുനായ്ക്കളുടെ കുര കേട്ടു. റോബി ഞെട്ടിപ്പോയി. മൂപ്പൻ്റെ കാട്ടുനായ്ക്കൾ പടർപ്പുകൾക്കിടയിലൂടെ പാഞ്ഞു വരുന്നത് കാണാമായിരുന്നു. പുറകെ അട്ടഹസിച്ചുകൊണ്ട് അമ്പും വില്ലുമേന്തിയ ആദിവാസികളും. താൻ കുടുങ്ങിക്കഴിഞ്ഞുവെന്ന് അവന് തോന്നി. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇഴഞ്ഞും വലിഞ്ഞും അവൻ നീങ്ങി. തൊട്ടു പിന്നിൽ വന്ന ഒരു നായയെ അവൻ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തി. ദേഹത്തേക്ക് ചാടി വീണ മറ്റൊരെണ്ണത്തിൻ്റെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി. ആദിവാസികൾ അവനെ ലാക്കാക്കി തൊട്ടുവിട്ട വിഷം പുരണ്ട അമ്പുകൾ ദേഹത്ത് തൊട്ടില്ലെന്ന മട്ടിൽ ചീറിപ്പാഞ്ഞു പോയി. 2-3 പേർ റോബിയുടെ തൊട്ടു പിന്നിലെത്തി. തട്ടഹസിച്ചുകൊണ്ട് അവരവനെ ആക്രമിച്ചു. അവരിൽ 2 പേരെ റോബി കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. മറ്റൊരുവൻ്റെ കൈക്ക് കത്തി കൊണ്ട് വെട്ടേറ്റു. മുറിവേറ്റവൻ അത്യുച്ചത്തിൽ അലറി വിളിച്ചു. പിന്നെയും പുറകെ ആയുധധാരികൾ പാഞ്ഞെത്തിക്കൊണ്ടിരുന്നു. റോബി വള്ളിപ്പടർപ്പിനിടയിലൂടെ നൂണ്ടു ചെന്ന് ഒരു കൂറ്റൻ പാറക്കെട്ടിന് പിറകിൽ ഒളിച്ചിരുന്നു. പുറവെ അക്രമികളുമുണ്ട്. രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ അവൻ പാറക്കെട്ടിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. തൊട്ടു പിന്നാലെ പാഞ്ഞു വന്ന ആദിവാസികൾ പാറക്കെട്ടിനെ വളഞ്ഞു. ഇനി രക്ഷയില്ല, പൊരുതി മരിക്കുക തന്നെ, റോബി ഉറപ്പിച്ചു. റോബി പാറക്കെട്ടിന് മുകളിൽ കമിഴ്ന്നു കിടന്നു. ഡസൻ കണക്കിന് അമ്പുകൾ അവൻ്റെ തലയ്ക്ക് മീതെ കൂടി മൂളി പറന്നുകൊണ്ടിരുന്നു. ആദിവാസികളിൽ ചിലർ മുകളിലേക്ക് കയറാനും തുടങ്ങി. റോബി കിടന്നുകൊണ്ട് പരിസരമാകെ വീക്ഷിച്ചു. പാറക്കെട്ടിനപ്പുറത്ത് ഒരു കാട്ടാർ കുലം കുത്തി പായുന്നുണ്ട്. ആറിന് വീതി കുറവാണ്. അതിശക്തമായ ഒഴുക്ക്. ഇരുണ്ട ജലപ്പരപ്പിന് മീതെ ഉയർന്നു നിൽക്കുന്ന കരിമ്പാറകൾ. കുറച്ചകലെ ആറ്റുതീരത്തായി ഒരു കഞ്ചാവ് തോട്ടം അവ്യക്തമായി കണ്ടു. അവിടെ നിന്ന് ആകാശത്തേക്ക് മഞ്ഞുപടലം പോലെ പുകയുരുന്നുണ്ടായിരുന്നു. ആദിവാസികൾ പാറക്കെട്ടിന് മുകളിലെത്തി. റോബി ചാടി എണീറ്റ് രണ്ടും കൽപ്പിച്ച് ആറ്റിലേക്ക് കുതിച്ചു. വെള്ളത്തിൽ വീണതും ശക്തമായ ഒഴുക്ക് അവനെ തട്ടിക്കൊണ്ടുപോയി. ഒരു തവണ മുങ്ങിപ്പൊങ്ങി അവൻ ബാലൻസ് വീണ്ടെടുത്തു. പിന്നെ മറുകര ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി.
ഒഴുക്കുപാറകളിൽ തല്ലിച്ചതയ്ക്കാതെ നോക്കാൻ റോബി കുറേ പാടുപെട്ടു. ഒടുവിൽ വല്ല വിധേനയും റോബി മറുകര പറ്റി. കരയ്ക്ക് കയറി നോക്കുമ്പോഴുണ്ട് ഒന്നിനു പിറകെ ഒന്നായി ആദിവാസികളും ആറിന് നീളെ നടക്കുന്നു. റോബി നിൽക്കാതെ പാഞ്ഞു. പുക ഉയർന്നുകൊണ്ടിരുന്ന ഭാഗമാണ് ലക്ഷ്യം. നീന്തി കയറിയ ആദിവാസികളും അവൻ്റെ പുറകെ പാഞ്ഞു വന്നു. റോബി കഞ്ചാവ് തോട്ടത്തിലെത്തി. പെട്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവൻ്റെ കണ്ണിൽപ്പെട്ടു. സായുധരായ ഒരു സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എക്സൈസുകാരും ചേർന്ന് കഞ്ചാവ് തോട്ടം വെട്ടി തീയിടുകയാണ്. അക്രമികൾ അവൻ്റെ പിന്നാലെ എത്തിക്കഴിഞ്ഞിരുന്നു. "പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ്!" ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് ഓടി. അവരും ഞെട്ടിപ്പോയിരുന്നു. ഒരു മനുഷ്യൻ ശരം വിട്ടതുപോലെ പാഞ്ഞു വരുന്നു. തൊട്ടുപിറകെ ആയുധധാരികളായ ആദിവാസികൾ. "രക്ഷിക്കണേ!" റോബി വീണ്ടും നിലവിളിച്ചു. പെട്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ തോക്കുയർത്തി മുകളിലേക്ക് നിറയൊഴിച്ചു. അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന റോബി തളർന്നു വീണു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2-3 തവണ കൂടി നിറയൊഴിച്ചു. നടുങ്ങിപ്പോയ ആദിവാസികൾ മുമ്പോട്ട് വരാൻ ധൈര്യപ്പെട്ടില്ല. പൊട്ടുന്ന കുന്ത്രാണ്ടത്തെ അവർക്ക് മരണത്തേക്കാൾ പേടിയാണ്. കുറേ അകലെയായി ഏറെ സമയം അവർ ചുറ്റിപ്പറ്റി നിന്നു. എന്നാൽ ഫോറസ്റ്റ് ഗാർഡുകൾ തോക്കുമായി അവരുടെ നേർക്ക് ചെന്നതോടെ അവർ ജീവനും കൊണ്ട് പലായനം ചെയ്തു. വീണ് കിടക്കിയായിരുന്ന റോബിയെ ഗാർഡുകൾ താങ്ങി എണീൽപ്പിച്ചു മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിലെത്തിച്ചു. DFOയും റേഞ്ച് ഓഫീസറും അവനെ ചുഴിഞ്ഞു നോക്കി. കണ്ടാൽ ആദിവാസികളുടെ വേഷം. "നീ ഏതാടാ?" "വേഷം ആദിവാസിയുടേതാണെങ്കിലും കണ്ടാൽ നാട്ടുകാരനെ പോലെ ഇരിക്കുന്നല്ലോടാ," റേഞ്ച് ഓഫീസർ ചോദിച്ചു. "ഞാൻ നാട്ടുകാരനാണ് സാർ. വിധി എന്നെ ഈ കാട്ടുവർഗ്ഗക്കാർക്കിടയിൽ എത്തിച്ചതാണ്. എന്നെ അവർ കൊല്ലുമായിരുന്നു. അപ്പോഴാണ് ദൈവദൂതന്മാരെ പോലെ നിങ്ങളെ കണ്ടതും നിങ്ങളവരെ വിരട്ടി ഓടിച്ച് എന്നെ രക്ഷിച്ചതും. തോക്കിനെ അവർക്ക് വലിയ പേടിയാണ്. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല," റോബി നിറകണ്ണുകളോടെ പറഞ്ഞു. "നീ എങ്ങനെയാ കാട്ടുവർഗ്ഗക്കാരുടെ കയ്യിലകപ്പെട്ടു?" "അതൊരു വലിയ കഥയാണ് സാർ. നീ എത്ര നാളായി അവരുടെ കൂട്ടത്തിലായിട്ട്?" "മാസങ്ങളായി. എത്രയായെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല." "ഇവനെ സംശയിക്കണം," ഫോറസ്റ്റർ പറഞ്ഞു. "ഇവനൊരു പക്ഷേ കഞ്ചാവ് തോട്ടക്കാരുടെ ഏജൻ്റ് ആയിരിക്കും. നമ്മളിവിടെ വരുന്നത് കണ്ട് ഓടിപ്പോയ ഇവനെ ആദിവാസികൾ ആക്രമിച്ചതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ അറിയാൻ കഞ്ചാവ് കൃഷിക്കാർ വിട്ട ചാരനായിരിക്കാനും മതി." "അയ്യോ, എന്നെ സംശയിക്കില്ലേ സാർ. ഞാൻ ആരുടെയും ഏജൻറ്റോ ചാരനോ അല്ല. എൻ്റെ പേര് റോബി എന്നാണ്. ഞാനൊരു MA കാരനാണ് സാർ," റോബി അപേക്ഷിച്ചു. "ഇവനെ ടെൻറ്റിലേക്ക് കൊണ്ടുപോ," DFO നിർദ്ദേശിച്ചു. "സാർ, തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം സാർ. ഇന്നത്തെ ദിവസം ഞാനൊന്നും കഴിച്ചിട്ടില്ല." DFO ഒരു കാർഡിനെ വിളിച്ച് അവന് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കി. റോബിയുടെ നീണ്ടു വളർന്ന ജട പിടിക്കാൻ തുടങ്ങിയ മുടിയും താടിയും എല്ലാം കണ്ടപ്പോൾ DFOയ്ക്ക് മനസ്സിലായിരുന്നു അവൻ കാട്ടിലകപ്പെട്ടിട്ട് കുറേ കാലമായെന്ന്. ഗാർഡ് റോബിയെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ധരിക്കാനുള്ള വസ്ത്രവും അവന് നൽകി, ഒരു കൈലിയും മുണ്ടും. "നിങ്ങൾ ഇന്ന് മടങ്ങിപ്പോകുന്നില്ലേ?" റോബി ഗാർഡിനോട് ചോദിച്ചു. "ഇല്ല, ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്." "എന്നാണ് നാട്ടിലേക്ക് മടങ്ങുക?" "തീരുമാനിച്ചിട്ടില്ല. ഇവിടെയുള്ള കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടുപിടിച്ച് വെട്ടി തീയിട്ട് നശിപ്പിക്കുക, കാട്ടിലെ തടി വെട്ടുന്ന കള്ളന്മാരെ കണ്ടുപിടിക്കുക തുടങ്ങി പല പരിപാടികളുമുണ്ട്." കുറേ കഴിഞ്ഞപ്പോൾ DFO റോബിയെ അയാളുടെ ടെൻറ്റിലേക്ക് വിളിപ്പിച്ചു. "നിന്റെ പേര് റോബി എന്നല്ലേ?" "അതെ." "ആ, അങ്ങോട്ടിരിക്കുക." അയാൾ നിലത്ത് വിരിച്ച ടാർപോളിലേക്ക് വിരൽ ചൂണ്ടി. റോബി ഇരുന്നു. "ഇനി പറയേ, നീ എങ്ങനെ കാട്ടുവർഗ്ഗക്കാർക്കിടയിൽ വന്നുപെട്ടു?" "കള്ളം പറഞ്ഞാൽ ഞാൻ നിന്നെ ജയിലിലടയ്ക്കും, പറഞ്ഞേക്കാം." റോബി തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. 5 കണ്ടം ഗ്രാമത്തിലേക്ക് വരുമ്പോഴുണ്ടായ വണ്ടി അപകടം മുതൽ കാട്ടുവർഗ്ഗക്കാർക്കിടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതുവരെയുള്ള കഥകൾ. വെളിയിൽ സന്ധ്യ ഇരുണ്ടു. പുൽമേടുകളിൽ കാട്ടുതീ പടർന്നു. കിഴക്കൻ മലയിൽ നിന്നും കോടക്കാറ്റ് ആഞ്ഞു വീശി. DFO MC ജോസഫ് അത്ഭുത വിവശനായി മിഴിച്ചിരിക്കുകയാണ്. അയാളുടെ മുഖത്ത് അവിശ്വസനീയത. "അങ്ങനെയാണ് സാർ ഞാൻ ഈ കാട്ടിലകപ്പെട്ടത്. ഒരു വൻ ചതിയിൽപ്പെട്ട്," റോബി തൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. DFO അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. "ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാമോ? ഇത്രയേറെ ദുരന്താനുഭവങ്ങൾ ഇവനും ഇവൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ടോ? സാറിന് വിശ്വാസമാകുന്നില്ല അല്ലേ?" അവൻ ഷർട്ടൂരി കാണിച്ചു. തോളിലും ഉദരത്തിലും വെടിയുണ്ട കയറിയ പാടുകൾ. ഇനി റോബിയുടെ ഉദ്ദേശം എന്താ? നാട്ടിൽ തിരിച്ചെത്തണം. കല്ലറയ്ക്കന്മാരോട് പ്രതികാരം ചെയ്യണം. അതുമാത്രമേ ഇനി ലക്ഷ്യമുള്ളൂ. പ്രതികാരം എന്ന് ചിന്തിക്കാനും പറയാനും എളുപ്പമാണ്. റോബി 2 നിമിഷം മൗനമായിരുന്നു. "എൻ്റെ അപ്പച്ചനും പെങ്ങൾക്ക് എന്തുപറ്റി എന്നറിയാതെ എനിക്കിനി മനസ്സമാധാനം ഉണ്ടാവില്ല സാർ. അവരെങ്ങനെ ജീവിക്കുന്നു? അവർക്ക് ആരുണ്ട് സഹായം? ആ ചതിയന്മാർ അവരെ വീട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചോ? ആർക്കറിയാം?" DFO ജോസഫ് കുറേ സമയം ചിന്താധീനനായിരുന്നു.
ശരി, എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നീ പോയി കിടന്നുറങ്ങ്. സാർ, ആ കാട്ടുവർഗ്ഗക്കാർ രാത്രിയിൽ പതുങ്ങി വന്ന് ആക്രമിച്ചാൽ? അതൊന്നും പേടിക്കണ്ട, 2 ഗാർഡുകളെ കാവലിലിട്ടേക്കാം. DFOയ്ക്ക് ആ ചെറുപ്പക്കാരനിൽ അലിവ് തോന്നി. അവൻ്റെ ദുരന്തകഥ ആ നല്ല മനുഷ്യൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവൻ്റെ ധൈര്യവും സാഹസികതയും അയാൾക്ക് ഇഷ്ടമായി. അതിലുപരി എന്തോ ഒരാകർഷണീയത അവനുണ്ടെന്ന് അയാൾക്ക് തോന്നി. തൻ്റെ മരിച്ചുപോയ മകനെ അയാൾ ഓർമ്മിച്ചു. 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിലായിരുന്നു മരണം.